بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لا حول ولا قوة إلا بالله العلي العظيم. ഇന്ന് നമുക്ക് ക്ലാസ്സിൽ സൂറത്തുൽ വാഖിയ തുടങ്ങാനാണ്. സൂറത്തുൽ വാഖിയയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളൊക്കെ പതിവായി ഓതാറുള്ള സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ്. ഈ സൂറത്തുൽ വാഖിയ മക്കിയായ സൂറത്തുകളിൽപ്പെട്ടതാണ്. 81, 82 എന്നീ ഈ രണ്ട് ആയത്തുകൾ ഒഴികെ ആ രണ്ട് ആയത്തുകളും മദനിയാണ്. ബാക്കിയുള്ള ആയത്തുകൾ മുഴുവൻ മക്കിയാണ്. മൊത്തം സൂറത്തുൽ വാഖിയയിലുള്ളത് 96 ആയത്തുകളാണ് എന്ന് പറഞ്ഞവരുണ്ട്. 97 ആയത്താണ് എന്ന് പറഞ്ഞവരുണ്ട്. ആയത്തിൻ്റെ എണ്ണം കൂടുതൽ അല്ലെങ്കിൽ കുറവ് വരുന്നത് ചില ഭാഗങ്ങൾ ഒരായത്തായി പരിഗണിക്കുന്നവരുണ്ടാവും, ചില ഭാഗങ്ങൾ രണ്ടായത്തായിട്ട് പരിഗണിക്കുന്നവരുണ്ടാവും. ഇനി ഇതിൻ്റെ പ്രത്യേകത, പിന്നെ പല പ്രത്യേകതകളുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ ഒരു സൂറത്ത് തുടങ്ങുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആദ്യം നമ്മൾ സൂചിപ്പിക്കുകയാണ്. മസ്റൂഖ് റളിയല്ലാഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, മൻ അറാദ അൻ യഅലമ നബഅൽ അവ്വലീൻ. മുൻഗാമികളുടെ ചരിത്രം, വഅൽ-ആഖിരീൻ, പിൻഗാമികളുടെയും ചരിത്രം അറിയാൻ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അന്ന് നടന്ന വർത്തമാന സംഭവങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, വനബ അഹ്ലിൽ ജന്നത്തി, സ്വർഗവാസികളുടെ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, വനബ അഹ്ലിൻ നാരി, നരകവാസികളുടെ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, വനബ അഹ്ലി ദുന്യ വനബ അഹ്ലിൽ ആഖിറ, ദുന്യാവിൻ്റെയും നാളെ പരലോകത്തെയും വർത്തമാനങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഫല്യഖ്റ സൂറത്തുൽ വാഖിയ, അവൻ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യട്ടെ എന്നാണ്. അത് സൂറത്തുൽ വാഖിയയിലെ ആയത്തുകളിലൂടെ 96 അല്ലെങ്കിൽ 97 ആയത്തുകൾക്കിടയിലായിട്ട് സ്വർഗത്തിൻ്റെ വർത്തമാനങ്ങൾ, നരകത്തിൻ്റെ വർത്തമാനങ്ങൾ, ദുനിയാവിൻ്റെ ആളുകൾ ഇവിടെ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതുമായ വർത്തമാനങ്ങൾ, നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് അവർ നേരിടുന്ന വർത്തമാനങ്ങൾ, ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാനും അറിയാനും താല്പര്യമുള്ള ആളുകൾ ഫല്യഖ്റ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യട്ടെ. ഇപ്പോൾ വിഷയം നോക്കുന്ന സമയത്ത് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഒരുപാട് വർത്തമാനങ്ങൾ അത് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഇനി നേരത്തെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലരും നാട്ടിൽ പതിവായിട്ട് ഓതുന്ന തെരഞ്ഞെടുക്കപ്പെട്ട സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണിത് എന്ന് പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്. ഇത് അബു അംർ ഇബിൻ അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു അവര് എഴുതി വെക്കുന്ന തംഹീദ് എന്ന തന്റെ കിതാബിൽ എഴുതി വെക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അത് പല മുഫസ്സിരീങ്ങളും അവർ എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ ഖുർത്തുബി പോലത്തൊക്കെ എടുത്തു വെക്കുന്ന ഒരു സംഭവമുണ്ട്. മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്ന അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിനെ കാണാൻ പോകുന്ന ഒരു സംഭവം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു രോഗിയായിട്ട് കിടക്കുകയാണ്. ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയ സമയത്ത് മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അവരോട് ചോദിക്കുകയാണ്. ആ രോഗത്തിൽ വെച്ചാണ് പിന്നീട് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു മരണപ്പെടുന്നത്. അതായത് മരണമാസന്നമായി കിടക്കുന്ന പിന്നെ ആസന്നമായി രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിനെ, സഹാബാക്കളിൽ പ്രമുഖനായിരിക്കുന്ന അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു കാണാൻ ചെല്ലുകയാണ്. അപ്പൊ ചോദിക്കാനോ, മാ തഷ്തകി, എന്താണ് നിങ്ങൾ ആവലാതിപ്പെടുന്നത്, എന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഖാല, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു പറയാണ്, എനിക്ക് എന്തെങ്കിലും വേവലാതികൾ ഉണ്ടെങ്കിൽ അത് എൻ്റെ ദുനൂബി, ഞാൻ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ, അള്ളാഹു അതിന് എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ചിന്തയാണ് എന്ന് പറയാണ്. അപ്പോൾ ഉസ്മാൻ അള്ളാഹുവിൻ്റെ ചോദ്യത്തിലേക്ക് എത്തുന്നില്ല. കാരണം പെൺമക്കളുള്ള മരണത്തോട് നേരിടുന്ന ആ സമയത്ത് ഭൗതികമായ വല്ല താല്പര്യങ്ങളാണെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാം എന്ന് മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും
വിഷമങ്ങളുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് എൻ്റെ വിഷമങ്ങൾ എന്തെങ്കിലും പാപങ്ങൾ എൻ്റെ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നുള്ള വിഷയത്തിലുള്ളൂ, ദുന്യാവിൻ്റെ വിഷയത്തിലില്ല. ഉസ്മാൻ അള്ളഹാന് വീണ്ടും ചോദ്യം ആണ്, ഫമാ തഷ്തഹി, എന്താണ് നിങ്ങൾക്ക് ഈ ദുന്യാവിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ, അത് ഞാൻ നടത്തിത്തരാമെന്നുള്ള ആ ഒരർത്ഥത്തിൽ ചോദിക്കുകയാണ്. അപ്പോഴും പറയുന്നത് റഹ്മത്ത് റബ്ബി, എനിക്ക് എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം, അതാണ് ആഗ്രഹമുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരാഗ്രഹമായിട്ട് നിലകൊള്ളുന്നത്, ഒരാഗ്രഹമായിട്ടുള്ളത്, അത് റഹ്മത്ത് റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം, അത് മാത്രമാണ്. വീണ്ടും ഉസ്മാൻ അള്ളാഹു ചോദിക്കുകയാണ്, അഫലാ നദ്ഉ ലക തബീബൻ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു ഡോക്ടറെ വിളിക്കട്ടെ എന്നുള്ളത്, ചികിത്സിക്കാനുള്ള ഒരു ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതും വിസമ്മതിക്കുകയാണ്. ഖാല, വീണ്ടും ഉസ്മാൻ അള്ളാഹു ചോദിക്കുകയാണ്, അഫലാ നഅ്മുറു ലക ബി അത്തായിക്, എന്നാൽ അല്പം ദാനം നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ഞാൻ കൽപ്പിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്. ഖജനാവിൽ നിന്ന് എന്തെങ്കിലും പാസ്സാക്കി കഴിഞ്ഞാൽ അത് കിട്ടും. അങ്ങനെ കുറച്ച് ദാനം അത്താ നിങ്ങൾക്ക് നൽകാൻ ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. ഖാല, അപ്പോഴും അബ്ദുല്ലാഹിബ്നു മസ്ഊദ് അള്ളാഹു പറയാണ്, ലാ ഹാജത ലീ ഫീ, എനിക്കതിൻ്റെ ആവശ്യമില്ല. പൊതുവായിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പാസ്സാക്കി തരാൻ സമ്പത്തിൻ്റെ ആവശ്യം എനിക്കില്ല എന്നാണ്. ഹബസ്തഹു അന്നീ ഫി ഹയാത്തി, എൻ്റെ ജീവിതകാലത്തിൽ ഞാനത് മേടിക്കാൻ വിസമ്മതിച്ച വ്യക്തിയാണ്. ഒത്തദ്ഫാഹുലി ഇന്ത മമാത്തി, മരണമാസന്നമാകുന്ന സമയത്ത് അത് നിങ്ങൾ എനിക്ക് നൽകുകയാണോ എന്ന്. ജീവിതകാലത്ത് അത് പൊതു സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ട എന്ന് വെച്ച് വിസമ്മതിച്ച ഞാൻ മരണപ്പെടാൻ സമയത്ത് നിങ്ങൾ എനിക്കത് പാസ്സാക്കി തരികയാണോ, അത് വേണ്ട, ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും, അങ്ങേയറ്റത്തെ ബന്ധം അവർ പരസ്പരമുള്ള ആളുകളാണ് എന്ന് ചോദിക്കുകയാണ്, യകൂനു ലി ബനാതിക മിൻ ബഅദിക, നിങ്ങളുടെ പെൺമക്കളില്ലേ, അവർക്ക് നിങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു സഹായം എന്നുള്ള നിലക്കാണ് ഞാനത് പാസ്സാക്കി തരട്ടെ എന്ന് ചോദിക്കുന്നത്. ആ പെൺമക്കൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയെങ്കിലും അത് മേടിക്കണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്. കല, അപ്പോഴാണ് പിന്നെ നമ്മളിന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അത്തഖ്ഷ അലാ ബനാതി അൽ ഫാഖ മിൻ ബഅദി, എനിക്ക് ശേഷം എൻ്റെ മക്കൾ ദാരിദ്ര്യത്തിലായി പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇതുവരെ അവരെ നോക്കിയിരുന്ന രക്ഷിതാവ് ഞാനാണ്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പെൺമക്കള് ദാരിദ്ര്യത്തിൽ പെട്ടുപോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഇന്നി അമർത്തുഹുന്ന അൻ യഖ്റഅന സൂറത്തുൽ വാഖിഅ, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് അൻ യഖ്റഅന, അവർ പാരായണം ചെയ്യാൻ സൂറത്തുൽ വാഖിഅ. വാഖിഅ സൂറത്ത് കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും പതിവായി പാരായണം ചെയ്യാൻ ഞാൻ എൻ്റെ പെൺമക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസ്ബിഹു ഫാഖത്തുൻ അബദ, ആരെങ്കിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയിലും പതിവായി സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ലം തുസിബുഹു ഫാഖത്തുൻ അബദൻ, ദാരിദ്ര്യം അവർക്കൊരിക്കലും വരികയില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളും നാട്ടിൽ പതിവായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സൂറത്തുകളിൽ ഒരു സൂറത്ത് സൂറത്തുൽ വാഖിഅയാണ്. പതിവായിട്ട് രാത്രി ഒരാളത് പാരായണം ചെയ്യുകയാണെങ്കിൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദ, അവർക്കൊരിക്കലും ദാരിദ്ര്യം വരികയില്ല, ഇല്ലായ്മ വരികയില്ല എന്നുള്ളത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ എൻ്റെ പെൺമക്കളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാലശേഷം അവർക്ക് ദാരിദ്ര്യം വരുമെന്നും ഞാൻ ഭയപ്പെടുന്നില്ല. മരണസമയത്ത് ഏതെങ്കിലും വകുപ്പിൽ നിന്ന് എനിക്കൊരല്പം സമ്പത്ത് പാസ്സാക്കി തന്നുകൊണ്ട് അവരുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അള്ളാഹു അവരെ സംരക്ഷിക്കുന്നതാണ്. ഞാൻ അവരോട് എന്നും സൂറത്തുൽ വാഖിഅ ഓതാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് സൂറത്തുൽ വാഖിഅയുടെ ഒരു ഫായിദ എന്ന് ഒരു പ്രത്യേകതയുള്ളത്. ഞാനത് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. പാരായണം ചെയ്യുന്നത് അർത്ഥമറിഞ്ഞ് പഠിച്ച് പാരായണം ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി പ്രതിഫലം കിട്ടുന്നതാണ്. തുടങ്ങുന്നത് തന്നെ ഇദാ വഖഅത്തിൽ വാഖിഅ, അന്ത്യനാള് ഖിയാമത്ത് നാള് സംഭവിച്ചു കഴിഞ്ഞാൽ എന്നാണ്.
ഇതാ വഖഅത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അൽ വാഖിയത്തു യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാള്. അതെന്നെ വ്യാഖ്യാനം തഫ്സീർ ജലാലൈനി കൊടുത്തിരിക്കുന്നത് ഖാമത്തുൽ ഖിയാമ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ഒരത്ഭുതം തന്നെ എന്നുള്ള ഒരർത്ഥത്തിൽ. ഏ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിരിക്കും അത്, അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത്. തഫ്സീർ ജലാലൈനി അവിടെ ഒറ്റ വാക്കേ കൊടുത്തുള്ളൂ, ഖാമത്തുൽ ഖിയാമ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ. തഫ്സീർ ഖുർത്തുബി അവിടെ ഒന്നും കൂടി വിശദമായിട്ട് ആ പോയിന്റ് പറയുന്നുണ്ട്. ഇതാ വഖഅത്തുൽ വാഖിയ എന്നാണ് ഐ ഖാമത്തുൽ ഖിയാമ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ. വൽ മുറാദു, ഇവിടെ ഉദ്ദേശം അൻ നഫ്ഖത്തുൽ അഖീറ, സൂറന്ന കാഹളത്തിൽ ഊതുന്ന അവസാനത്തെ ഊത്താണ്. രണ്ട് നഫ്ഖത്തുകൾ ഉണ്ടാവും, രണ്ട് ഊത്തുകളുണ്ട്. ഇസ്രാഫീൽ അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് രണ്ട് തവണ ഓതും. ഒന്ന് അൻ നഫ്ഖത്തുൽ ഊല എന്ന് പറയും, അതോടുകൂടെ എല്ലാം തരിപ്പണമാകുന്ന ഒരവസ്ഥ ഉണ്ട്. വൽ നഫ്ഖത്തുൽ അഖീറ എന്ന് കഴിഞ്ഞാൽ രണ്ടാമത് സൂറത്തുന്ന കാഹളത്തിൽ ഊതുക, അതാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറയുന്നത്. വസുമ്മിയത് വാഖിഅത്തൻ ലിഅന്നഹ തഖഉ അൻ ഖുർബി, അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് വാഖിഅത്ത് സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു പദം അവിടെ ഉപയോഗിച്ചത്. വഖീല, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ലികസ്റതി മാ യഖഉ ഫിഹാ മിനശ് ശദാഇദി, അന്നേ ദിവസം സംഭവിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങൾ. ആ ഷദായിദ് എന്ന വലിയ പ്രയാസങ്ങൾ, ആ സംഭവങ്ങൾ ആലോചിച്ചിട്ടാണ് ഈ വാഖിഅത്ത്, സംഭവം എന്നർത്ഥം വരുന്ന ഇത്, ഈ അന്ത്യനാളിന് പേര് വെച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ സംഭവിക്കുന്നത്, സംഭവിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രയാസങ്ങൾ, ശിദ്ദത്തുകൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, ആ സംഭവിക്കുന്ന സമയം അത് നിഷേധിക്കുന്ന ഒരാളും തന്നെ ഉണ്ടാവില്ല. ദുന്യാവിലാകുന്ന സമയത്ത് പല ആളുകൾക്കും അങ്ങനെ ഒരു പരലോകം അതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ സാധിക്കും. അതേസമയം രണ്ടാമത്തെ സൂറന്ന കാഹളത്തിൽ ഊതി എല്ലാവരും പുനർജീവിക്കപ്പെടുന്ന ആ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് ഒരാളും അതിനെ നിഷേധിക്കൂല. കാരണം എല്ലാവർക്കും ബോധ്യമായി, അവർ അനുഭവിച്ചു. ലൈസലി വഖഅതിഹ, അത് സംഭവിക്കുന്ന സമയം ആ അന്ത്യനാളിനില്ല, കാദിബത്തുൻ, നിഷേധിക്കുന്ന ഒരാളുമില്ല. അവിടെ തഫ്സീർ ജലാൽ ലൈസലി വഖഅതിഹ കാദിബ നഫ്സുൻ തക്ദിബു, കളവാക്കുന്ന ഒരു ശരീരം ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല എന്നർത്ഥം. ബി അൻ തൻഫീഹ, അതിനെ നിഷേധിക്കൽ കൊണ്ട്, കമാ നഫത്ഹ, നിഷേധിച്ചതുപോലെ, ഫി ദുനിയ, ദുനിയാവിലാകുന്ന സമയത്ത് പലരും നിഷേധിച്ചിരുന്നു. എന്നാൽ അതുപോലെ നാളെ പരലോകത്താകുന്ന സമയത്ത് അത് നിഷേധിക്കുന്ന ഒരാളും തന്നെ ഇല്ല. അപ്പോ ഖാഫിലത്തുൻ റാഫിഅ, അത് ഉയർത്തുന്നതും താഴ്ത്തുന്നതുമാണ് എന്നാണ്. ഇതൊക്കെ ഈ ഹാഫിളത്ത് ഖുർആൻ എപ്പോഴും വ്യാഖ്യാനത്തിൻ്റെ അകമ്പടിയോടുകൂടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഉയർത്തുന്നതും താഴ്ത്തുന്നതുമാണ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഉയർത്തൽ, എന്താണ് താഴ്ത്തൽ? അവിടെ തഫ്സീർ ജലാലൈനിലൂടെ വെക്കുന്നുണ്ട്, ഹിയ മുൽഹിറത്തുൻ ലിഖഫ്ലി അഖ്വാമിൻ. ഖഫ്ല് പറഞ്ഞാൽ താഴ്ത്തുക എന്ന്, അതാണ് നമ്മൾ ഖാഫിൽ പറഞ്ഞാൽ താഴ്ത്തുന്നതാണ് എന്നർത്ഥം വെച്ചത്. റഫ്ആറിനെ ഉയർത്തുക, റാഫിയത്തുൻ ഉയർത്തുന്നതുമാണ്. അപ്പോൾ ഖൗമ് അഖ്വാം എന്ന് പറഞ്ഞ ജനവിഭാഗം, ചില ആളുകളെ അത് താഴ്ത്തുന്നതിനെ വെളിവാക്കുന്നതാണ് എന്ന്. എങ്ങനെയാണ് അവരുടെ താഴ്ത്തൽ എല്ലാവർക്കും വെളിവാകുന്നത്? ബി ദുഖൂലിഹി മുന്നാറ, നരകത്തിൽ പ്രവേശിക്കലുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചതുപോലെയല്ല നാളെ പരലോകത്ത് വലിച്ചു കൊണ്ടുപോയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭം. അത് നിന്ദ്യത എന്നതിനാണ്, താഴ്ന്നു പോകുന്നത്. വലി റഫ്ഇ ആഖരീന, മറ്റു ചിലരെ ഉയർത്തുന്നതാണ്. അതെങ്ങനെ? ബിദുഖൂലിഹിമുൽ ജന്ന, നരകത്തിൽ ബിദുഖൂലിഹിമുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ കൊണ്ട്. അപ്പൊ അള്ളാഹു ഖാഫിലത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലരെയും ചില ആളുകളെ നരകത്തിലേക്ക് ഇടൽ കൊണ്ട് അവരെ താഴ്ത്തി കളയുന്നതാണ്. എന്നാലോ മറ്റു ചില ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് അള്ളാഹു അവരെ ഉയർത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ദുനിയാവിലാകണ സമയത്ത് അന്ത്യനാളിനെ നിഷേധിക്കുന്ന പലരും ഉണ്ടാകും. എന്നാൽ ലൈസലി വഖഅതിഹ കാദിബ, രണ്ടാമത്തെ സൂറെന്ന കാലത്തിൽ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞാൽ എല്ലാവരും പുനർജീവിക്കുകയാണ്. അപ്പോൾ പുനർജീവിതം ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അനുഭവത്തിലൂടെ ബോധ്യപ്പെടുകയാണ്. അതിനെ നിഷേധിക്കുന്ന ഒരാളുണ്ടാവില്ല.
അങ്ങനെ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ദുന്യാവിൽ പലപ്പോഴും പാവങ്ങളായി ജീവിച്ചവരാണ്. വലിയ ധനാഢ്യരായിട്ടോ അല്ലെങ്കിൽ പ്രതാപികളായിട്ടോ ജീവിച്ചതല്ല. സമയം മുഴുവൻ വിവാദത്തിലും നല്ല കാര്യങ്ങളിലുമായി ഒതുങ്ങി ജീവിച്ച ആളുകളായിരിക്കും. മറ്റു ചിലർ ഇവിടുന്ന് വലിയ അഹങ്കാരത്തിലും ധിക്കാരത്തിലും ജീവിച്ചവരുമായിരിക്കും. നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടവര് സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുന്നതിലൂടെ ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. അതാണ് റാഫിയത്ത്. എന്നാൽ മറ്റു പ്രതാപികളായി ദുനിയാവിൽ പ്രതാപികളായി ജീവിച്ചിരുന്ന പലരെയും ഹാഫിളത്ത് നരകത്തിലേക്ക് വലിച്ചെറിയലിലൂടെ നിസ്സാരരാക്കി താഴ്ത്തിക്കളയുകയാണ്. ഐ ഹിയ മുൽഹിറത്തുൻ, അത് വെളിവാക്കുന്നതാണ്. ലിഖഫ്ലി അഖ്വാമിൻ, ചിലരെ താഴ്ത്തലിലേക്ക് ബിദുഖൂലിഹിമുന്നാറ, നരകത്തിൽ പ്രവേശിക്കലിലൂടെ. വൽ റഫി ആഖരീന, മറ്റുള്ളവരെ ഉയർത്തുകയും ചെയ്യും ബിദുഖൂലിഹിമുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കലിലൂടെ എന്ന്. അതാണ് ഹാഫിളത്തും റാഫിയത്തുമായിരിക്കും അന്നത്തെ ദിവസം. ഇനി ഇതാ വഖഅത്തിൽ വാഖിയ എന്ന് സംഭവിക്കുന്ന അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ റുജ്ജത്തിൽ അർളു റജ്ജ, അതിന് ബദലായിട്ട് പറയാണ് ഇതാ റുജ്ജത്ത്, ശക്തമായി ചലിച്ചു കഴിഞ്ഞാൽ. അല്ലർളു ഭൂമി, റജ്ജൻ ഒരു ശക്തമായി ചലിക്കൽ. ഇതാ റുജ്ജത്തിൽ അർളു റജ്ജൻ എന്നുള്ള തഫ്സീർ ഹുരിക്കത്ത് ഹർക്കത്തൻ ഷദീദ, ചലിക്കപ്പെട്ടു കഴിഞ്ഞാൽ. ഹറക്ക പറഞ്ഞ ചലിക്കുക എന്നുള്ളതാണ്, ശക്തമായി ചലിക്കുക. അങ്ങനെ ശക്തമായ ചലനം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാ ഹാദിഹി ബദലും മിനൽ ഊല, ഇവിടെ ഇതാ അന്നേരം ആ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വഖഅത്തിൽ വാഖിയ എന്ന് നമ്മൾ പറഞ്ഞതിന്റെ ബദലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ ഇതാ വഖഅത്തിൽ വാഖിയ, അന്ത്യനാൾ സംഭവിക്കുന്ന ആ ഒരു ദിവസം എന്ന് പറഞ്ഞല്ലോ, അത് ഇതാ റുജ്ജത്തിൽ അർളു റജ്ജൻ, ഭൂമി ശക്തമായി ചലിക്കുന്ന ചലനം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് അത് ഉണ്ടാവുക. ഭൂമി ശക്തമായി ചലിക്കുക എന്നുള്ള മാത്രമല്ല, ബുസ്സത്തിൽ ജിബാലു ബസ്സൻ, അർള് ഭൂമി, അപ്പോ ഭൂമി ശക്തമായി ചലിക്കുക. ജിബാല് പർവ്വതങ്ങൾ പൊട്ടിപ്പൊടിഞ്ഞു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ. ബുസ്സത്തിൽ ജിബാലു ബസ്സൻ, പൊടിഞ്ഞ് പോവുക എന്നാണ് പറയുന്നത്. ഫക്കാനത്ത്, അതായി മാറുന്നതാണ് ഹബാ അൻ മുബസ. ഹബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടികൾ എന്നാണ്. മുൻബസ് എന്ന് പറഞ്ഞാൽ മുൻതഷിറൻ, പരന്നു പോകുന്ന, പാറി പറന്നു പോകുന്ന അല്ലെങ്കിൽ പാറി ഇല്ലാതെയായി പോകുന്ന പൊടികളായി മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ ഭൂമി ശക്തമായി ചലിക്കുന്നതോടുകൂടെ ഭൂമിയുടെ മുകളിലുള്ള, ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന, ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വതങ്ങൾ, ജിബാൽ എന്ന് പറഞ്ഞ പർവ്വതങ്ങൾ, അതൊക്കെ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നതാണ്. ബുസ്സത്തിൽ ജിബാലു ബസ്സൻ എന്നുള്ള വ്യാഖ്യാനം കൊടുക്കുന്നത് ഫുത്തിത്തെത്തുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും. വീണ്ടും ചലിക്കുന്ന സമയത്ത് ഫക്കാനത്ത്, ആ പർവ്വതങ്ങളായി മാറുന്നതാണ് ഹബാഅൻ, ധൂളികളായി മാറും എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാറ്. അവിടെ ഉബാറണ പൊടി എന്നാണ്. കാറ്റത്ത് പറന്നു പോകുന്ന പൊടികളായി മാറും. അതും മുൻബസ്സൻ, മുൻതഷിറൻ, എല്ലായിടത്തും പരന്നു പോകുന്ന അപ്പൊ ഭൂമി ശക്തമായി ചലിച്ച് അതിൻ്റെ മുകളിലുള്ളതെല്ലാം നശിച്ചു പോവുകയും പർവ്വതങ്ങൾ അത് ശക്തമായി ചലിച്ചുകൊണ്ട് പൊട്ടിപ്പൊടിഞ്ഞ് പാറിപ്പോകുന്ന പൊടികളായി മാറുകയും ചെയ്തു. പാറിക്കഴിഞ്ഞ് പിന്നെ ഒന്നും കാണാണ്ടാവില്ല, അങ്ങനത്തെ ഒരവസ്ഥ വരും എന്നാണ്. അപ്പോൾ ഒന്നുകൂടി അർത്ഥം അവിടെ പറഞ്ഞാൽ ഇതാ റുജ്ജത്തിൽ അർളു റജ്ജൻ എന്നുള്ളതിന് തഫ്സീർ ഹുരിക്കത്ത്, ചലിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ. ഹർക്കത്തിൻ ഷദീദ, ശക്തമായ ചലനം. ഇത എന്നുള്ളത് ഹാദിഹി, ഇവിടെ പറഞ്ഞ ഇതാ റുജ്ജത്തിൽ എന്നുള്ള ഇതാ എന്നുള്ളത് ബദലും മിനൽ ഉല, ഒന്നാമത്തെ ആയത്തിൽ ഇതാ വഖഅത്തിൽ വാഖിഅ എന്നുള്ള ഇതയുടെ ബദലായിട്ടാണ്, അതിനെ ബയാൻ ചെയ്യാനാണ് ഇത് വന്നിട്ടുള്ളത്. ബുസ്സത്തിൽ ജിബാലു ബസ്സൻ, ജിബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതങ്ങൾ പൊട്ടിപ്പൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ, ഫുത്തിത്തെത്തുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ, ഫക്കാനത്ത്, ആ പർവ്വതം ആയി മാറുന്നതാണ് ഹബാഅൻ, പൊടികളായി ധൂളികളായി പോകുന്നത്. മുൻബസൻ എന്ന് പറഞ്ഞാൽ പരന്നു പോകുന്ന, മുൻതശിറൻ, കാറ്റത്ത് പരന്നു പോകുന്ന, ഭൂമിയിലെ എല്ലായിടത്തും പരന്ന് വ്യാപിച്ചു പോകുന്ന പൊടികളായി മാറും. അതായത് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളൊന്നും ഉണ്ടാവില്ല, അതെല്ലാം പൊടികളായി പോയിട്ടുണ്ടായിരിക്കും അന്ന്. തഫ്സീർ ഖുർത്തുബിയുടെ അടുത്ത് പറയാണ് അൽ മുഫസ്സിറുന, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, തെർത്തജു, ഭൂമി കടന്ന് ചലിച്ചു പോകും. എങ്ങനെ? കമാ തെർത്തജു സബിയു ഫിൽ മഹദീന,
തൊട്ടിലിൽ ഒരു ചെറിയ കുട്ടി കിടന്ന് ചലിക്കുന്നത് പോലെ. ഹത്ത എൻ അത് കുട്ടികൾ തൊട്ടിലിൽ നിന്ന് എണീക്കാൻ വേണ്ടി നിർബന്ധം പിടിക്കുന്ന സമയത്ത് എത്ര പിടിച്ച് കടത്തിയാലും നീക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാലോട്ടും അടിച്ചുകൊണ്ട് ശക്തമായിട്ട് വാശി പിടിച്ച് നീക്കുമല്ലോ, ആ ഒരു ചലനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭൂമി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു പോയി കഴിഞ്ഞാൽ ഹത്ത എൻ ഹദിമ കുല്ലുമാലയ, ആ ഭൂമിയുടെ മുകളിലുള്ള എല്ലാം നശിച്ചു പോകും. അപ്പോൾ കുട്ടികൾ നമുക്കറിയാം, നല്ല പുതപ്പിച്ച് ഇങ്ങനെ കടത്തിയിട്ടുണ്ടെങ്കിൽ കയ്യും കാലും ഇട്ടിട്ട് നാലടി അടിക്കുന്നതോടുകൂടെ പുതപ്പൊക്കെ തെറിച്ചു പോയിട്ടുണ്ടാവും, ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവും. എന്നതുപോലെ ഭൂമി ശക്തമായി ചലിച്ചു കഴിഞ്ഞാൽ യൻഹദിമ നശിച്ചു പോകുന്നതാണ് കുല്ലുമാലിഹ, ഭൂമിയുടെ മുഖത്തുള്ള മുകളിലുള്ള എല്ലാതും. അപ്പോൾ ആ ഭൂമിയുടെ മുകളിലുള്ള ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളൊക്കെ പൊടിയായി പോയിട്ടുണ്ടാവും എന്നർത്ഥം. വയങ്കസിറ കുല്ലു ഷൈൻ അലേഹ, ഇൻകസറാണ് പൊട്ടിപ്പോവുക എന്നാ. കുല്ല് ഭൂമുഖത്തുള്ള എല്ലാം പൊട്ടിത്തകർന്നു പോയിട്ടുണ്ടായിരിക്കും. മിനൽ ജിബാലി, പർവ്വതങ്ങളിൽ നിന്ന്, വകൈരി അതല്ലാത്തതും. അപ്പോൾ ഭൂമിയുടെ മുകളിൽ വലിയ വലിയ പർവ്വതങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ശക്തമായി ചലിക്കുന്നത് കാരണം അതെല്ലാം പൊട്ടിപ്പൊടിഞ്ഞു പോയിട്ടുണ്ടാവും. ഇബിൻ അബ്ബാസ് വാൻ ഇബിൻ അബ്ബാസ് എന്ന് ഇബിൻ അബ്ബാസ് എന്ന് പറഞ്ഞ വ്യാഖ്യാനം അവിടെ പറയാണ്, അർറജ്ജത്തു എന്ന് പറഞ്ഞാൽ അൽ ഹർക്കത്തു ഷദീദത്തു ഇസ്മഉലഹ സൗത്തുൻ, ശബ്ദത്തോടു കൂടെയുള്ള വലിയ ചലനത്തിനാണ് റജ്ജത്ത് എന്ന് പറയാറ്. അപ്പൊ ഇതാ റുജ്ജത്തിൽ അർളു റജ്ജൻ, ഭൂമി ശക്തമായി ചലിച്ചു കഴിഞ്ഞാൽ, ഓ ബുസ്സത്തിൽ ജിബാലു ബസ്സൻ, പർവ്വതങ്ങൾ പൊട്ടിപ്പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഫക്കാനത്ത് ഹബ അൻ മുംബസ, അത് പാറി നടക്കുന്ന പരന്നു കിടക്കുന്ന ധൂളികളായി മാറുന്നതാണ്, പൊടികളായി മാറുന്നതാണ്. വക്കുന്തും അസ്വാജൻ സലാസ, അന്നേ ദിവസം വക്കുന്തും നിങ്ങൾ അസ്വാജൻ സലാസ, മൂന്ന് വിഭാഗമായിരിക്കും എന്നുള്ളത്. ഇതാണ് പിന്നെ രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞത്. പരലോകത്തിന്റെ വർത്തമാനങ്ങളാണ് ഒക്കെ വരുന്നത്. വക്കുന്തും നിങ്ങളായി മനുഷ്യ വിഭാഗമായ നിങ്ങളായി മാറുന്നതാണ് അസ്വാജൻ സലാസ, മൂന്ന് വിഭാഗം ആളുകൾ. ഏതൊക്കെ ആ മൂന്ന് വിഭാഗം ഖുർആൻ തന്നെ പരിചയപ്പെടുന്നുണ്ട്. ഒന്നാമത്തേത് അസ്ഹാബുൽ മൈമനത്തി, വലതുപക്ഷത്തിന്റെ ആളുകൾ. മാ അസ്ഹാബുൽ മൈമന, എന്തോ ഒരു ആശ്ചര്യകരമായിട്ടുള്ള, എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള വലതുപക്ഷക്കാരാണ് എന്നുള്ളത്. രണ്ടാമത് അസ്ഹാബുൽ മഷ്അമ, ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്. മാ അസ്ഹാബുൽ മഷ്അമ, എന്തോ ഒരു ഇടതുപക്ഷമാണ്. ഇതിന് വ്യാഖ്യാനം തഫ്സീർ ജലാലിലേക്ക് പോകാം. കുന്തുൻ നിങ്ങൾ, ഫിൽ ഖിയാമത്തി, ആ യോമുൽ ഖിയാമയില്, അസ്വാജൻ എന്ന് പറഞ്ഞാൽ അസ്നാഫൻ, ഇനങ്ങൾ എന്നാണ്. സലാസ, മൂന്ന് വിഭാഗമായിട്ട് മാറിയിരിക്കും. കുന്തും നിങ്ങള് ഫിൽ ഖിയാമത്തി, ആ യോമുൽ ഖിയാമയില്, അസ്വാജൻ അസ്നാഫൻ, ഇനങ്ങളായി വിഭാഗങ്ങളായി മാറും. സലാസ, മൂന്ന് വിഭാഗങ്ങളാണ്. മൊത്തം നിങ്ങളെല്ലാവരും നിങ്ങളുടെ നന്മയും തിന്മയും ഭാഗ്യവും അനുസരിച്ചുകൊണ്ട് മൂന്ന് വിഭാഗത്തിലേക്ക് ചേർന്ന് പോയിട്ടുണ്ടാകും. ഒന്ന് അസ്ഹാബുൽ മൈമനത്തി, വലതുപക്ഷത്തിന്റെ ആളുകളാണ്. യമീൻ എന്ന് പറഞ്ഞാൽ വലത്, മൈമനത്ത് എന്ന് പറഞ്ഞാലും വലത് എന്നാണ്. വലതിന്റെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമുല്ലദീന യുതൂന കുതുബഹും ബി ഐമാനിഹിം, ബഹും അവര്, അല്ലദീന ഒരു വിഭാഗം ആളുകളാണ്, യുതൂന കുതുബഹും അവരുടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നതാണ്, ബി ഐമാനിഹിം വലത് കൈയിൽ. മുബ്തദയാണ്. ഖബറുഹു അതിന്റെ ഖബറായിട്ട് വരുന്നത് മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷത്തിന്റെ എന്തോ ഒരാളുകളാണ്. അവരുടെ കാര്യത്തിൽ തഅദീമുൽ ലിശൈനിഹിം, അവരുടെ കാര്യം വളരെ മഹത്തായതാണ് എന്ന് പറയാണ്. എന്തോ ഒരു വലതുന്റെ ആളുകളാണ് എന്ന് ചോദിക്കുക. അതായത് നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് പിന്നെ വിചാരണയും ഹിസാബും ഒക്കെ നന്മ തിന്മകളെ പരിശോധിക്കാനൊക്കെ തുടങ്ങാണ്. അതിൻ്റെ തുടക്കത്തിൻ്റെ ആദ്യം തന്നെ ഉണ്ടാകുന്ന സംഭവമാണ് ദുന്യാവിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ഗ്രന്ഥം, കിതാബ് നൽകുക എന്നുള്ളത്. ആ കിതാബ് നൽകുന്നിടത്ത് അള്ളാഹു വലത് കൈയിൽ നൽകുന്ന ആളുകൾ ഉണ്ടാവും. അതാണ് വലതുപക്ഷക്കാർ അല്ലെങ്കിൽ വലതിൻ്റെ ആളുകൾ എന്ന് ഖിയാമത്ത് നാളിലുള്ള ആ വലതിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. അവര് മാസ്ഹാബുൽ മൈമന, അവരുടെ കാര്യം എന്തോ ഒരു മഹത്വമായതാണ് എന്നുള്ളത്. കാരണം സൗഭാഗ്യത്തിന്റെ തുടക്കമാണ്. വലത് കൈയിൽ നൽകപ്പെടും. അതിങ്ങനെ മറിച്ചു നോക്കുന്ന സമയത്ത് ചെയ്ത നന്മകൾ ഇങ്ങനെ കാണുകയാണ്. പിന്നീട് വിചാരണക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് നന്മകൾക്ക് മുൻതൂക്കം ലഭിക്കുകയാണ്. അവിടുന്ന് സ്വർഗത്തിലേക്ക് പോവുകയാണ്. അവിടുന്ന് ആ ഒരു നന്മ വലിയ സൗഭാഗ്യത്തിന്റെ തുടക്കമായിട്ട് അവിടുന്ന് മാറുകയാണ്. അതാണ് വഹുമുല്ല വക്കുന്തും ഫിൽ ഖിയാമത്തി, ആ യോമുൽ ഖിയാമയിൽ നിങ്ങൾ
അസ്വാജൻ ഐ അസ്നാഫൻ വിഭാഗങ്ങളാണ്, സലാസ മൂന്ന് വിഭാഗങ്ങളാണ്. അസ്ഹാബുൽ മൈമന ഒന്ന് വലതിൻ്റെ ആളുകളാണ്. വഹുമുല്ലദീന യൂത്തൂന കുത്തുബഹും തിന്മ എഴുതിയ ഗ്രന്ഥം നൽകപ്പെടുന്നവരാണ്. ബി ഐമാനിഹിം വലത് കയ്യിൽ. അത് മുബത്തതയാണ്. ഖബറുഹുമാ അസ്ഹാബുൽ മൈമന അവര് എന്തോ ഒരു സൗഭാഗ്യം ലഭിച്ച, മഹത്വം ലഭിച്ച ആളുകളാണ് എന്നുള്ള അർത്ഥത്തിൽ മാ അസ്ഹാബുൽ മൈമന ഏതോ ഒരു വലതുപക്ഷക്കാരാണ് എന്ന് പറയുന്നത്. തഅലീമുൻ ലിഷഅനിഹിം അവരുടെ കാര്യം മഹത്തരമായതാണ് എന്ന് പറയാണ്. ബിദുഹൂലിഹിമുൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കലിലൂടെ. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യ സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് ഗ്രന്ഥം വലത് കയ്യിൽ ലഭിക്കുകയാണ് ആ ദിവസത്തെ. അസ്ഹാബുൽ മഷ്അമ രണ്ട് വലതിന്റെ ആളുകളാണ്. ഐ അഷിമാലി അല്ല, മസാബുൽ മഷ്മ ഇടതിന്റെ ആളുകളാണ്. ഐ അഷിമാലി ഷിമാലിന്റെ ആളുകൾ. ബി അൻ യുഅ്താ കുല്ലും മിൻഹും ഓരോരുത്തരും അവരിൽപ്പെട്ട ഓരോരുത്തരും നൽകപ്പെടുന്നതാണ് കിതാബഹു അവരുടെ നന്മ തിന്മ എഴുതിയ ഗ്രന്ഥത്തെ ബിഷിമാലിഹി ഇടത് കൈയിൽ. അപ്പോൾ നല്ല ആളുകൾക്ക് വലത് കൈയിൽ മലക്കുകൾ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് തിന്മയുടെ ആളുകൾക്ക് ഇടത് കൈയിലായിരിക്കും അവർ ചെയ്ത പാപങ്ങൾ എഴുതിയ കിതാബ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അവിടുന്ന് മറിച്ചു നോക്കുന്ന സമയത്തും അവർ പറയുന്ന വിലപിക്കുന്ന വാക്കുകൾ ഖുർആനിലും മറ്റു പലയിടത്തും വരുന്നുണ്ട്. മാലിഹാദൽ കിതാബ്, ഇത് എന്തൊരു കിതാബാണ്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. നമ്മളുടെ ജീവിതകാലത്ത് നാം എഴുതിയ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നല്ലോ, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന രംഗങ്ങളൊക്കെ ഖുർആനിലും മറ്റ് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഗ്രന്ഥം ഇടത് കൈയിൽ ലഭിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആളുകൾ, ഈ അഷിമാലി ഇടതിന്റെ ആളുകൾ. യൂത്ത കുല്ലുമിനും ഓരോരുത്തരും നൽകപ്പെടുന്നതാണ് കിതാബ് അവരുടെ നന്മ തിന്മ എഴുതിയ ഗ്രന്ഥത്തെ ബിഷിമാലിഹി ഇടത് കൈയിൽ. മാ അസ്ഹാബുൽ മഷ്അമ എന്തോ ഒരു ദൗർഭാഗ്യവാന്മാരായിരിക്കുന്ന ഇടതിന്റെ ആളുകളാണ്. മാ അസ്ഹാബുൽ മഷ്അമ എന്തോ ഒരു ദൗർഭാഗ്യമായിട്ടുള്ള ഇടതുപക്ഷക്കാരാണ്. തഹ്ഖീറുൽ ശൈരിഹിം അവരുടെ കാര്യത്തെ നിസ്സാരമാക്കലാണ്. നേരത്തെ മാസ്ഹാബുൽ ബൈമന എന്നുള്ളത് എന്തോ ഒരു വലതുപക്ഷക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് കാര്യത്തിൽ അവരുടെ തഅലീം ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ, മറ്റേത് മാസ്ഹാബുൽ മഷ്അമ എന്തോ ഒരു ഇടതുപക്ഷക്കാരാണ്. തഹ്ഖീറുൽ ശൈനിയും അവരുടെ കാര്യം നിസ്സാരപ്പെടുത്തുകയാണ്. അതെങ്ങനെയാണ്? ബി ദുഹൂലി ഹുന്നാറ അവര് നരകത്തിൽ പ്രവേശിക്കലിലൂടെ അവരെ നിന്ദ്യരായി പോകും. നേരത്തെ പറഞ്ഞ ഹാഫിലത്തും റാഫിയത്തുമാണ് എന്ന് പറഞ്ഞല്ലോ തൊട്ട് മുമ്പുള്ള ആയത്ത്. പലരെയും ഉയർത്തുന്നതാണ്, പലരെയും താഴ്ത്തുന്നതാണ് എന്നുള്ളത്. അതിൻ്റെ താഴ്ത്തുന്നതിൻ്റെയും ഉയർത്തുന്നതിൻ്റെയും തുടക്കമാണ് ഗ്രന്ഥം വലത് കൈയിൽ നൽകുന്ന സമയത്ത് അവരുടെ കാര്യം എന്തോ ഒരു ആശ്ചര്യകരമാണ് എന്ന് പറയുന്നത്. മറ്റേത് ഇടത് കൈയിൽ നൽകപ്പെടുന്നതോടെ അവരെ താഴ്ത്താൻ വേണ്ടി തുടങ്ങുകയാണ്. എന്തോ ഒരു ദൗർഭാഗ്യകരമാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് വിഭാഗമായി. അസ്സാബുൽ മൈമനത്ത് വലതിന്റെ ആളുകൾ, വസ്സാബുൽ മഷ്അമ ഇടതിന്റെ ആളുകൾ. മൂന്നാമത്തെ വിഭാഗം വസ്സാബിഖൂന സാബിഖൂൻ ഖൈറായ കാര്യങ്ങളിലേക്ക് മുൻകടന്നു പോയ ആളുകൾ, മുമ്പേ പോയ ആളുകൾ. മുസാബിഖുന അവർ മുൻകടന്നവർ തന്നെയാണ്. വസാബിഖുൻ സാബിഖ് എന്ന് പറഞ്ഞാൽ മുൻകടക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇവിടെ വസാബിഖൂന ഇലിൽ ഖൈരി ഖൈറിലേക്ക് മുൻകടന്ന ആളുകൾ, നല്ല കാര്യങ്ങളിലേക്ക് മുൻകടന്ന ആളുകൾ. വിശ്വാസത്തിലേക്ക് ആദ്യം കടന്നു വന്ന മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പിൻകാലത്ത് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ മുഴുവൻ ഈമാൻ ഒരു ഭാഗത്തും മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാൻ ഒരു ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാനിനായിരിക്കും ഖനം കൂടുതൽ എന്നാണ്. ഹൈറായ കാര്യങ്ങളിലേക്ക് മുൻകടന്നു വരിക. ഓരോരുത്തരും ഓരോ നന്മകൾ കാണിച്ചു കഴിഞ്ഞാൽ ആ നന്മ പിന്നീട് അത് കണ്ട് പിൻപറ്റുന്നവരുടെയൊക്കെ പ്രതിഫലം അവർക്കുള്ളതാണ്. അപ്പോൾ മുൻകടന്ന അസ്സാബിഖൂന ഇലൽ ഖൈരി ഖൈറിലേക്ക് മുൻകടന്ന ആളുകൾ, അസ്സാബിഖൂൻ അവർ മുൻകടന്നവർ തന്നെയാണ്. ഒഹുമുൽ അംബിയ അവര് പ്രവാചകന്മാരായിരിക്കും എന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും മുൻകടന്നു പോകുന്ന അള്ളാഹു വലിയ സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുന്ന ഒഹുമുൽ അംബിയ അവർ നബിമാരാണ്, അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകന്മാരാണ്. അത് മുബത്തതയാണ്. അതിന്റെ ഖബർ എന്താണ്? അസ്സാബിഖൂൻ അവർ മുൻകടന്നവർ തന്നെയാണ്. തഅ്കീദുൻ ലിതഅ്ലീമി ശഅനിഹിം അവരുടെ
കാര്യം മഹത്തരമാണ് എന്നൊന്നും കൂടി ഊന്നി പറയാണ്. തഅ്കീദ് ചെയ്യാൻ ശക്തിപ്പെടുത്തി പറയാം, ഊന്നി പറയുകയാണ്. ലി തഅലീമി ഷഅ്നിഹിം, അവരുടെ കാര്യം മഹത്തരമാണ്, മഹത്വം നിറഞ്ഞതാണ് എന്നുള്ളത്. അതവിടെ അടുത്ത ആയത്ത് തന്നെ അവരാണ് വിശദീകരിക്കുകയാണ്. ഉലായിക്കൽ മുഖറബൂൻ, അവരാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമായ ആളുകൾ, അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾ അറിയാം. മുഖറബൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത അല്ലെങ്കിൽ സാമീപ്യം കരസ്ഥമായ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമായ, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമായിരിക്കുന്ന ആളുകൾ അവരാണ്. അവര് ഫി ജന്നാത്തിൻ നഈം, അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലായിരിക്കും. ഫി ജന്നാത്തിൻ, സ്വർഗത്തിലായിരിക്കും. നഈം, നഈം എന്ന് സ്വർഗത്തിലെ ഒരു തട്ടിന്റെ പേരാണ് എന്ന് പറഞ്ഞവരുണ്ട്. അല്ല, അനുഗ്രഹങ്ങൾ നിറഞ്ഞതുകൊണ്ട് ആ സ്വർഗത്തിന് നഈം, അനുഗ്രഹം നിറഞ്ഞ സ്വർഗം എന്ന പേരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോ അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, ഹൈറായ കാര്യങ്ങളിലേക്ക് മുൻകടന്ന ആളുകള്, അവർ മുൻകടന്നവർ തന്നെയാകുന്നു. ഉലായിക്കൽ മുഖറബുൻ, അവർ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമായ ആളുകളാണ്. ഫി ജന്നാത്തി നഈം, അനുഗ്രഹങ്ങളുടെ സ്വർഗത്തിലാണ് അവർ ഉള്ളത്. സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. സുല്ലത്തുൻ മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ നിന്ന് ഒരു സംഘം ആളുകൾ. സുല്ലത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്തു മിനൽ ഉമമിൽ മാദിയാണ്, കഴിഞ്ഞ പൂർവ്വകാല സമൂഹത്തിൽ നിന്ന്, കഴിഞ്ഞു പോയ കാല സമൂഹത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ, ഒരു കൂട്ടം ആളുകൾ. ജമാഅത്തുൻ, ഒരു സംഘം ആളുകൾ എന്നാണ്. സുല്ലത്തുൻ മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ നിന്ന് ഒരു സംഘം ആളുകൾ. വഖലീലു മിനൽ ആഖരീൻ, പിൻഗാമികളിൽ നിന്ന് കുറഞ്ഞ ആളുകളും. അവര് അലാ സുറുറിൻ മൗദൂനത്തിൻ, സ്വർണ്ണ നൂലുകളെ കൊണ്ട് നെയ്തെടുത്തിരിക്കുന്ന കട്ടിലിലായിരിക്കും. സ്വർഗത്തിലുള്ള വർത്തമാനങ്ങൾ പറയാൻ പോവുകയാണ്. സുല്ലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുല്ലത്തു മിനൽ അവ്വലീന മുബ്തദഉൻ ഐ ജമാഅത്തു മിനൽ ഉമമിൽ മാദിയാണ്, കഴിഞ്ഞ കാല ഉമ്മത്ത്, ഉമമ്, സമൂഹം എന്നർത്ഥം. അതിൽ നിന്ന് ജമാഅത്ത് എന്ന് പറഞ്ഞ ഒരു സംഘം ആളുകൾ. അപ്പോ കഴിഞ്ഞ കാല സമൂഹത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ. വ ഖലീലുൻ, കുറച്ച് ആളുകളും, മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്ന്. അതായത് ആഖിരീൻ എന്ന് പറഞ്ഞാൽ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ നിന്ന് കുറച്ച് ആളുകളും. വഹുമുസ്സാബിഖൂന മിനൽ ഉമ്മിൽ മാദിയ വഹാദിഹിൽ ഉമ്മ, പിന്നെ വഹുമുസ്സാബിഖൂൻ, അവരാണ് മുൻകടന്ന സാബിഖീങ്ങൾ എന്നുള്ള ആ വലിയ സ്ഥാനം കരസ്ഥമാക്കിയ ആളുകൾ. വഹുമുസ്സാബിഖൂൻ, അവരാണ് മുൻകടന്നു പോയവർ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ മുൻകഴിഞ്ഞ സമൂഹത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഖലീലും മിനൽ ആഖിരീൻ, പിന്നീട് വന്നവരിൽ നിന്ന് ചെറിയൊരു വിഭാഗം. ഐ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, നമ്മളുടെ സമൂഹത്തിൽ നിന്ന് കുറച്ച് ആളുകൾ. ഖലീൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1400ഓളം വർഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. ഈ വലിയ സമൂഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം. അതിൽ തന്നെ വിശ്വസിച്ചവരും അല്ലാത്തവരുണ്ട്. ആ വിശ്വസിച്ചവരിൽ തന്നെ വലിയ സൗഭാഗ്യം, ഹൈറുകൾ ചെയ്യാൻ സാധിച്ചവരുണ്ട്. അപ്പോൾ ഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്ന് കുറച്ച് ആളുകൾ. മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുമുസാബിഖൂൻ, അവരാണ് അസാബിഖൂൻ അസാബിഖൂൻ എന്ന് പറഞ്ഞ ആ വലിയ പ്രതിഫലം, അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. വൽ ഖബറു, അവന്റെ അപ്പൊ ഈ ഖലീൽ എന്നുള്ള മുബത്തന്റെ ഖബർ എന്താ വരുന്നത്? അലാ സുറുറിൻ, സരീർ സുറുർ, കട്ടിലുകൾ, ചാരുകസേരകൾ, കട്ടിലുകൾ എന്നൊക്കെ പറയും. മൗലൂനത്തിൻ എന്ന് പറഞ്ഞാൽ മൻസൂജത്തിൻ, നെയ്തെടുക്കപ്പെട്ടത്. ബി ഖുലുബാനി ദഹബി, സ്വർണ്ണ നൂലുകളെ കൊണ്ട്. വൽ ജവാഹിരി, രത്നങ്ങളും വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന വലിയ ആഡംബരപൂർണമായിരിക്കുന്ന കട്ടിലുകളുടെ മേലില് ചാരിയിരുന്നു കൊണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത ആയത്ത് വരുന്നുണ്ട്. അവരിങ്ങനെ ചാരിയിരുന്ന് പരസ്പരം മുഖത്തോടും മുഖം നോക്കിയിരുന്ന് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കും എന്ന്. അപ്പൊ സാബിഖൂന സാബിഖൂൻ ഉലായിക്കൽ മുഖറബൂൻ, അവരാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവര്. ഫി ജന്നാത്തിൻ നഈം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തില് അവരിങ്ങനെ കഴിഞ്ഞുകൂടും. സുല്ലത്തു മിനൽ അവ്വലീൻ, പൂർവികരിൽ നിന്ന് ഒരു സംഘം ആളുകള്. വഖലീലു മിനൽ ആഖിരീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിരിക്കുന്ന പിന്മുറക്കാരിൽ നിന്ന് കുറച്ച് ആളുകളും. അവർക്കാണ് അത് കിട്ടുക. അവര് അലാ സുറുറിൻ, സരീർ സുറുർ, കട്ടിലുകളുടെ മേലായിരിക്കും. മൗദൂനത്തിൻ, സ്വർണ്ണനൂലുകളാൽ പണിതപ്പെട്ട, രത്നങ്ങൾ പിടിപ്പിക്കപ്പെട്ട കട്ടിലുകളുടെ മേലായിരിക്കും എന്ന്. ഇനി ആ സ്വർഗത്തിന്റെ അവസ്ഥകൾ ബാക്കി ആയത്തുകൂടി പറയുമ്പോഴാണ് ആശയം പൂർത്തിയാവുക. ഇൻഷാ അല്ലാഹ്.
അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.